ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലാണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ജോസ് സാർ എന്നോട് പറഞ്ഞത്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, 2007 മുതൽ ഇവിടെ ദീർഘകാല രോഗം ബാധിക്കുന്ന കുട്ടികളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച ഒരു സംഘടന. 2007 ക്ഷമിച്ച് എത്ര പേരുണ്ടായിരുന്നു അല്ലേ? 20-25 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇന്നത് 5500-ലേറെ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ സൊളീസ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നൊക്കെ പറയാം ഷിബി ചേച്ചി. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ കൂടി തന്നെയാണിത് തുടങ്ങിയത്. അതിൻ്റെ നാൾ വഴികളൊക്കെ ഷിബി ചേച്ചി പറയും. സൊളീസ് തുടങ്ങിയ കാലവും ഒരുമിച്ച് പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പാലിയേറ്റീവ് ഗ്രൂപ്പ് പോലെ സപ്പോർട്ട് ഗ്രൂപ്പ് തുടങ്ങണം എന്നുള്ളൊരാവശ്യം. അതൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ശേഷം വന്നതാണ്. അത് സൊളീസ് കടന്നു വന്ന ഒരുപാട് പ്രയാസങ്ങളും അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ എത്രയും ബുദ്ധിമുട്ടുള്ളൊരു ജേർണി ആയിരുന്നു അത്. പക്ഷേ അഭിമാനത്തോടെ നമുക്ക് പറയാം, 17 വർഷങ്ങൾക്ക് ശേഷം സൊളീസിനെ പറയുമ്പോൾ സൊളീസ് അറിയാത്തവരില്ല. ഈ 5500 കുടുംബങ്ങൾ ഒന്നുപോലും നമുക്ക് പിറകോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. 5500 കുഞ്ഞുങ്ങൾ ഇപ്പോഴും കുടുംബങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ സപ്പോർട്ട് നിർത്താനും പറ്റില്ല. അപ്പോൾ അത് ശിവ ചേച്ചി പറയും. ഷീബ അമീർ. ആക്ച്വലി എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഇതൊരു മെഡിക്കൽ കോളേജ് ക്ലാസ്സിൻ്റെയൊക്കെ ഒരു മാതിരിയാണുള്ളത്. അവിടെ എനിക്ക് പറയാൻ എത്രത്തോളം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എനിവേ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും പറയാം. ഇപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് 100 ഉത്തരങ്ങളുണ്ട്. ഞാനിങ്ങനെ എത്രയോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത്ര മനുഷ്യരുടെ, അത്രയും കുടുംബത്തിൻ്റെ, അജയൻ പറഞ്ഞ പോലെ അത് 17 വർഷത്തെ 7000-ഓളം കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്ത ആളെന്നുള്ള നിലയിൽ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ പറ്റി. ഞാനതൊക്കെ പറയുന്നതിനേക്കാളും മുമ്പേ കമ്പാഷനെ പറ്റിയിട്ട് ആണ് എനിക്ക് പറയാൻ ഞാനിവിടെ വന്നത്. അതായത് നമ്മൾ ഇന്നിപ്പോൾ കമ്പാഷനെ പറ്റി സംസാരിക്കേണ്ട അത്ര ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. നമ്മുടെ ചുറ്റും കേൾക്കുന്ന കാഴ്ചകളിൽ നിന്നും നമ്മളിപ്പോൾ അനുഭവിക്കുന്നൊരു ഭയങ്കര തിക്കുമുട്ടുകളുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ കമ്പാഷൻ അത്രമാത്രം സംസാരിക്കേണ്ടയും അത്രമാത്രം അതിനെ പ്രാധാന്യത്തിലെടുക്കേണ്ടയും ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നാണ്. അത് നേരത്തെ എനിക്ക് തോന്നുന്നു ഡോക്ടർ രവി പ്രസാദ് അത് പറയുണ്ടായിരുന്നതെന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടില്ല. അതൊരു സ്നേഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു സ്നേഹം കൊണ്ട്, ഒരു കരുണ കൊണ്ട് മാത്രമൊന്നുമല്ല കമ്പാഷൻ ഉണ്ടാവുന്നത്, കമ്പാഷനേറ്റ് ആവുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന എന്തിനോടുമുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം നമുക്ക്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ കൈൻഡ്നെസ് ഉണ്ടാവണം, നമ്മുടെ മനസ്സിലത്തെ ആർദ്രത ഉണ്ടാവണം. നമുക്കൊരു അപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ സാഹചര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയാൽ മാത്രമാണ് കമ്പാഷനേറ്റ് ആവാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് ഈക്വാലിറ്റീനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആളുകളുടെ വെൽബീയിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തല്ലാതെ ഈക്വാലിറ്റിയെക്കുറിച്ചൊന്നും പറയാനേ ഇല്ല. നമുക്ക് കമ്പാഷനേറ്റ് സൊസൈറ്റീനെ ബിൽഡ് ചെയ്ത് എടുക്കാനും നമുക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരെ എമ്പതറ്റിക് ആക്കി അങ്ങനെ ആവാൻ പ്രാപ്തരാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ തെളിവാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഉള്ളൊരു സ്നേഹം, കരുണ എന്നൊക്കെ ഉള്ളതിനെ അത് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട്, നമ്മളതൊരു സ്നേഹം എന്നത് ഒരു ക്രിയാപദമാണ് എന്ന് ആ വാക്കിന് അർത്ഥം വരണമെങ്കിൽ അത് ക്രിയയിലാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതിനെ തെളിയിപ്പിച്ച പ്രസ്ഥാനങ്ങളാണ് പാലിയേറ്റീവ് കെയർ ആണെങ്കിലും സോലസ് ആണെങ്കിലും. അതിൽ പ്രവർത്തിക്കുന്ന എത്രയോ മനുഷ്യരൊക്കെ തന്നെ നമ്മൾ വെറും അതിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ഇതാണ്. അപ്പോൾ നമ്മൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ സോലസിൻ്റെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിൻ്റെ ആണെങ്കിലും ആ പ്രവർത്തനങ്ങളുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുറേ ലാർജ് പീപ്പിൾ അതിനു വേണ്ടി നിൽക്കുന്ന മനുഷ്യരുണ്ടായി എന്നുള്ളത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു സങ്കല്പത്തിലല്ലാതെ
പ്രാവർത്തികമാവുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരാൾ എന്തെങ്കിലും ഒരു വഴിയിലൊരു റോട്ടിലൊരു പ്രായമായിട്ടുള്ള ഒരാൾ കാല് തട്ടി വീണ് അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ നിന്ന് വീണ് ചോര പൊട്ടി ഒലിച്ച് കെടുക്കുന്നത് കാണുമ്പോൾ എല്ലാ മനുഷ്യരും കൈൻഡാണ്, എല്ലാ മനുഷ്യർക്കും അത് കൺസേൺ ആണ്, നമ്മളെല്ലാവരും നോക്കി പോകുന്നുണ്ട്, അവരെ ആരെങ്കിലും എടുത്ത് എണീപ്പിക്കുന്നുണ്ടോ എന്നത് നോക്കുന്നുണ്ട്. പക്ഷേ ആരാണതൊരു പ്രവൃത്തിയിലേക്ക് പോയി ആ വീണ് കിടക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വളരെ റെയർലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ അങ്ങനെ ഒന്നിലേക്ക് വരാതെ നമ്മളൊരു കമ്പാഷനേറ്റ് സൊസൈറ്റിയെ പറ്റി പറയാൻ പറ്റില്ല. അതിലേക്ക് എല്ലാവരും ആ ഒരു ചളിപ്പ്, ജാള്യത അതൊക്കെ മറന്നുകൊണ്ട് അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ പറഞ്ഞതിലൊക്കെ തന്നെ ഉണ്ട്, അവരുടെ മറ്റുള്ളവരുടെ കുറവുകൾ ഉണ്ടാവാം പലതരത്തിൽ. ഇപ്പോൾ നമ്മൾ വർണ്ണം, ജാതി, അറിവ്, ധനം, അങ്ങനത്തെ പലതരത്തിലുള്ള കുറവുകളുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട്, എന്നിരുന്നാലും അവരോടുള്ള ആ ഒരു ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ പെരുമാറുക, അങ്ങനെയൊക്കെയാണ് നമുക്കൊരു ആ ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അത് പലതരത്തിലും മനുഷ്യർ ഒരു തരത്തിലും ഈക്വൽ അല്ല, പലതരത്തിലും വ്യത്യസ്തരാണ്. പക്ഷെ അത് മറ്റേ ആളെ മനസ്സിലാക്കുക, അതിലേക്ക് നമ്മൾ ആ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുകയും അങ്ങനെ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ കുറവുകളോ അല്ലെങ്കിൽ പരിമിതികളോ അല്ലെങ്കിൽ പ്രത്യേകതകളോ അല്ലെങ്കിൽ വൈവിധ്യങ്ങളോ കൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ഇപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഈ സോലസ് എന്നുള്ള പേര് സോലസിന് വെക്കുന്നതിൻ്റെ പിന്നിലൊരു ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ എൻ്റെ മോളെ നോക്കിയിരുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പൂർവിഷ് പാരിക്കാണ്. അദ്ദേഹം ഞാൻ എൻ്റെ കുട്ടിയെക്കുറിച്ചിട്ടുള്ള എൻ്റെ കൺസേൺസ് മുഴുവൻ എനിക്ക് ചോദ്യം, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അത്രയും വലിയ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അത്ര മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരാളാണ്. പക്ഷേ നമ്മുടെ ഒരു കൺസേൺ, എൻ്റെ കുട്ടിയെക്കുറിച്ചിട്ടുള്ളൊരു കൺസേൺ ഉണ്ടായാൽ, അപ്പോൾ ഞാനിങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണും, നമ്മളിങ്ങനെ അദ്ദേഹം ഇറങ്ങി പോകുന്നത് കാണും. അപ്പോൾ അവൾക്ക് ചില മരുന്നുകൾ പുതിയതായിട്ട് കൊടുക്കുകയാണ് എന്ന് പറയും. ആ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോധറേഷനാവും. ഈ മരുന്ന് കൊടുക്കുമ്പോൾ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഡോക്ടർ വന്ന് നോക്കുന്നു കാണുന്നില്ലല്ലോ, ഇതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എൻ്റെ കുറേ കൺസേൺസ് ഉണ്ട്. അതിന് അവസാനം ഞാനൊരു ധൈര്യം സംഭരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, ഈ മരുന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പറയുമ്പോഴത്തേനും അദ്ദേഹം ഇങ്ങോട്ട് പറയും, അവൾക്ക് ആ മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, അവൾ നന്നായിട്ട് പോകുന്നുണ്ട്, അതിനിങ്ങനെ റിസൾട്ട് ഉണ്ട്, അങ്ങനെ റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു നമ്മളെ കൂടി, അതായത് അദ്ദേഹത്തിന് നമ്മളെയൊന്നും കെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലെങ്കിലും അദ്ദേഹം നമ്മളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മോളെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ വലിയ ആശ്വാസം നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിനോട് പറയാറുണ്ട്, സോലസ് എന്നുള്ള എൻ്റെ ഡിക്ഷണറിയിൽ സോലസ് എന്നുള്ള വാക്കിന് അർത്ഥം പൂർവിഷ് എന്നാണ്. ഞാനിങ്ങനെ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഘടന തുടങ്ങും, അതിന് ഞാൻ സോലസ് നിൻ്റെ പേരിടുന്നു പറഞ്ഞു, അതാണ് സോലസ് എന്ന് പേരിട്ടത്. ദാറ്റ് മീൻസ് അത് മനുഷ്യന് ഹ്യൂമൻലി പോസിബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഒരു പക്ഷേ പാലിയേറ്റീവ് കെയറിൽ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നേരത്തെ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഇവിടുത്തെ സംസാരങ്ങൾ കേട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് അത്രയ്ക്കും സാധ്യതകൾ കുറവാണ്. നമ്മൾ ഒരാളെ ഡിഫൈൻ ചെയ്യാനും ആളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നൊന്നും അസസ് ചെയ്യാനും ഒന്നുള്ളൊരു സാധ്യതകൾ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും കൂടിയിരിക്കുന്നതിൽ സാധ്യമല്ലായകുണ്ട്. അപ്പോൾ അതാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ഗുണം. കുറേ അവരുടെ സ്പേസിൽ, അതായത് ഇപ്പോൾ ഹോം കെയർ ഒക്കെ പോയിട്ട് ആ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളത് എങ്ങനത്തെയാണ്, എന്താണ് അവരുടെ സാധ്യതകൾ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് മനുഷ്യരുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനാണോ ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ നീയാണോ, ഡോക്ടറാണോ, പേഷ്യൻ്റാണോ എന്നുള്ള ക്വസ്റ്റ്യന് അതല്ലാതെ കുറേ മനുഷ്യർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടപെടാമെന്നാണ്. ഇപ്പോൾ പാലിയേറ്റീവ് കെയറിനെ മാറ്റി വയ്ക്കുക, സോലസിനെ മാറ്റി വയ്ക്കുക, ചുറ്റുപാടുകൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇടപെടാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് നമ്മളുടെ സൊസൈറ്റി വളർത്തുക എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്രയും നമുക്ക് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ കുറേയും കൂടി നമ്മുടെ ഡോക്ടറുടെ മുന്നിലെത്തുന്ന പേഷ്യൻ്റ്, അല്ലെങ്കിൽ ആ സ്ഥലത്തെത്തുന്ന കുട്ടിയും കുടുംബവും അല്ലെങ്കിൽ ആളും കുടുംബവും കുറേ കൂടി ടോട്ടാലിറ്റിയിൽ നമുക്കൊരു ടോട്ടലി എല്ലാ തരത്തിലും അവരുടെ സോഷ്യലിയും
അവരെ സ്പിരിച്വലിയും എല്ലാ തരത്തിലും മെൻ്റലിയും ഒക്കെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവലാണ്. അതൊരു കമ്പാഷനേറ്റ് സൊസൈറ്റിയിൽ മാത്രമാണ് അത് സാധ്യമാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പോഴാണ് ഈ ചുറ്റുമുള്ള മനുഷ്യർ ഒറ്റപ്പെടാതിരിക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം പറയണ്ടെന്ന് ഞാൻ മാറ്റി ആലോചിച്ചുകൊണ്ട് ഞാൻ വേറെ കാര്യം പറയുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്നലെ 2 ദിവസം മുമ്പേ ഒരു കുട്ടിയുടെ കേസ് വന്നു. അപ്പോൾ ആ കുട്ടിക്ക് കണ്ണിൽ ക്യാൻസറാണ്. അത് ട്രീറ്റ് ചെയ്ത് കുറച്ച് മെച്ചമുണ്ടായി. അപ്പോൾ അവർ സമാധാനത്തോടു കൂടി അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയതാണ്, കണ്ണിന് എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നോക്കുമ്പോൾ ക്യാൻസറാണെന്ന് മനസ്സിലായി. 11 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവിടെ തന്നെ കോയമ്പത്തൂർ തന്നെ ഉള്ളൊരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. കുറച്ച് സമാധാനത്തിലായിട്ട് അവർ തിരിച്ച് വന്നു. പക്ഷെ രണ്ടാമതും ഒരു പ്രശ്നം ആ കുട്ടിക്ക് വരികയാണ്. അപ്പോൾ അത് സംശയമായി. പിന്നെ ഇനി അങ്ങോട്ട് പോകേണ്ട വെച്ചിട്ട് നമ്മൾ കോയമ്പത്തൂർ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ അവിടെ പോയി നോക്കി. ഡോക്ടർ പ്രകാശ് അല്ലേ അവിടെ ഉള്ളത്? ഡോക്ടർ പ്രകാശാണ് അതിൻ്റെ സൂപ്രണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അവർ കണ്ണിൽ 2 ഡോട്ട് കാണാനുണ്ട്, ക്യാൻസർ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ അവരൊരു പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ കുട്ടിക്ക് വൺസ് വന്ന് റിലാപ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞു നേരെ ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ട് നേരെ കീമോതെറാപ്പി നേരെ കണ്ണിലേക്ക് കൊടുക്കുകയാണ് ഒരു സാധ്യത ഉള്ളത്. ഒരു 50% കുറച്ച് രക്ഷിക്കാൻ പറ്റും കണ്ണിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ എൻ്റെ അടുത്ത് ഇത് വന്നിരുന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ആ പറഞ്ഞ ഡോക്ടറിനെ ഓങ്കോളജിസ്റ്റിനെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഷിബ അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, നമ്മളത് കൊടുക്കണോ, അതുകൊണ്ട് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ആ മരുന്ന് 1.25 ലക്ഷം രൂപയാണ് ഒരു മരുന്നിന്, അങ്ങനെ 3 പ്രാവശ്യം കൊടുക്കണം കീമോതെറാപ്പി നേരെ ഡയറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് സോലസിന് കൊടുക്കണോ, നമ്മളത് ചെയ്യണോ എന്നാണ് സംശയം ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാണിത് പറഞ്ഞത്? ഈ 50% ചാൻസ് ഉണ്ട് കുട്ടിയുടെ കണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ എന്ന്. പിന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയരുതല്ലോ. അത് പറയുന്നിടത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഭയങ്കര കോൺഫ്ലിക്റ്റിലാവുമല്ലോ, നമ്മളത് എങ്ങനെ ചെയ്യാതിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ ആ ഭാഗമൊക്കെ എത്തിയപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയി നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിന് നല്ല റിസൾട്ട് ഉണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് കൊടുക്കല്ലേ വേണ്ടത്, 2% ആണെന്ന് പറഞ്ഞാലും കൊടുക്കല്ലേ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് കുറച്ച് നേരം ഒന്ന് പുറത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞങ്ങളുടെ വളണ്ടിയേഴ്സിനെയും ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് വന്നിട്ടുള്ളൊരു 5-10 കുട്ടികളുണ്ട്, അവരിനെയും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ എന്താണ് അഭിപ്രായം? എല്ലാവരും പറഞ്ഞു 2% ഉള്ളെങ്കിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഉടൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് അതിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കൊടുത്താൽ ഉപകാരപ്പെടുമോ, ആ കൊടുക്കുന്ന പൈസ കൊണ്ട് അതൊരു വേസ്റ്റാണോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് റിക്കവറി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയാണെങ്കിൽ നമ്മൾ ആലോചിക്കുമോ, നമ്മൾ കൊടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരും സോലസിലിരുന്ന് ആലോചിക്കുന്നത് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആ ഇൻറ്റേൺഷിപ്പിന് വന്ന കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ ഇത് കൊടുക്കണം എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ പോയിട്ട് എല്ലാവരോടും പറയൂ 1 ലക്ഷം രൂപ ഒരു പ്രാവശ്യത്തെ മരുന്ന് നിങ്ങളുടെ കോളേജ് കൊടുക്കാൻ തീരുമാനിക്കുന്നതാണ്. നമ്മളുടെ അടുത്ത് ഒരു ലെറ്റർ വാങ്ങി അവർ പിന്നത്തെ ദിവസം തൊട്ട് അതിനുള്ള ശ്രമം നടത്തി. ഫസ്റ്റ് ഇഞ്ചക്ഷൻ കുട്ടിയുടെ കഴിഞ്ഞു. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ വരും. നമ്മളപ്പോൾ അതൊരു ഇപ്പോൾ ഒരു ഡോക്ടർക്കോ ആ കുട്ടിയുടെ അച്ഛനോ മാത്രം അന്ന് ഇത് നമ്മളെന്തായാലും കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് പൊട്ടി കരഞ്ഞു. അയാൾ അത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല വന്നത് എന്നുള്ളതാണ്. ഇതുപോലെ 100 കണക്കിന് സാഹചര്യങ്ങൾ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എങ്ങനെ കമ്പാഷനേറ്റ് ആവണം എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ അവരുടെ പരിമിതികളെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് എന്ത് റെസ്പെക്റ്റ് കിട്ടും, നമ്മളാണെങ്കിൽ നമുക്കൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് കിട്ടേണ്ട അർഹത, നമ്മളുടെ അവകാശം അങ്ങനെ വെച്ച് നമ്മുടെ മുന്നിലുള്ള ഒരാളിനെ അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഡോക്ടർ ദിവാകരൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മളന്ന് സോലസൊക്കെ തുടങ്ങിയ കാലത്ത് നമുക്ക് 10,000 രൂപേനേക്കാളും മുകളിൽ പണം എടുക്കണമെങ്കിൽ നമ്മൾ ട്രസ്റ്റിൽ കുറച്ച് ആൾക്കാരൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഹീമോഫീലിയ ഉള്ള ഒരു കുട്ടിക്ക് ഭയങ്കര ബ്ലീഡ് ഉണ്ടായിട്ട് ഒരു ഇവിടുത്തെ ചേർപ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ആ കുട്ടിയുടെ അച്ഛൻ എന്നെ വിളിക്കുകയാണ്. ബാബു അജയൻ അറിയുന്ന കേസാണത്.
വിളിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് സംസാരിച്ചു, ഭയങ്കര ബ്ലീഡാണ്, ഇങ്ങനെ കെടുക്കാൻ പോലും കുട്ടിക്ക് പറ്റുന്നില്ല, നേരെ വെല്ലൂർക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് രാത്രി 12 മണിയേറ്റാണ്, 1 മണിയേറ്റായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആരോടും വിളിക്കാനോ ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടീനെ വെല്ലൂർക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അപ്പം തന്നെ രാത്രി ഇരുന്ന് ഒരു വണ്ടിയൊക്കെ വിളിച്ച് ആ കുട്ടിയെ നമ്മൾ വെല്ലൂർക്ക് പറഞ്ഞയച്ചു. പിന്നത്തെ ദിവസം രാവിലെ സാറിനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ സാറ് ചോദിച്ചു, ആ കുട്ടി അവിടെ എത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഒരു ഉറപ്പുമില്ല ആ കുട്ടി അവിടെ എത്തുമോ എന്നുള്ളത്. പക്ഷേ ആ കുട്ടി ഇന്നൊരു വെറ്റിനറി സർജനാണ്. ദാറ്റ് മീൻസ് നമ്മൾ ആ സമയത്ത് നമ്മളിനെ ആ പ്ലേസിലേക്ക് നമ്മളെ ഇടുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യനോട് എല്ലാറ്റിനോടും കമ്പാഷനേറ്റ് ആവാൻ, അങ്ങനെ ആവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മളാണെങ്കിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എല്ലാ തരത്തിലും പോവുക എന്നുള്ളതായിരിക്കും ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ, നമ്മൾ വെറും ഒരു സ്നേഹം കൊണ്ട് മാത്രമല്ല അത് നടക്കുന്നത്. അത് കുറേ അല്ലാതെയുള്ള കുറേ ആലോചനകളും കൂടിയിട്ടാണ് അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്. വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, പണ്ട് ഒരു കുട്ടി, നമ്മളുടെ സുഖമില്ലാത്തൊരു കുട്ടിയുടെ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ മെൻ്റലി റിട്ടാർഡഡ് എന്ന് പറഞ്ഞുകൂടെ, ആ കുട്ടിക്ക് എന്തോ മസിൽ പ്രശ്നമാണോ ബുദ്ധിയിലുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടി ആ കൂടെ സോലസിൽ രജിസ്റ്റേർഡ് കുട്ടിയല്ല, ആ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന കുട്ടിയുടെ അമ്മ ആ കുട്ടീനെയും കൊണ്ട് വെള്ളത്തിലേക്ക് ചാടി മരിക്കാൻ തീരുമാനിച്ചു. അവർ വെള്ളത്തിൽ ചാടി, ഈ കുട്ടി മരിച്ചു. ഭർത്താവിൻ്റെ അത്രയും ഡൊമസ്റ്റിക് വയലൻസ് സഹിക്കാൻ പറ്റാണ്ടാണ് അവർ ചാടിയത്. കുട്ടി മരിച്ചു, ഈ സ്ത്രീ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ കൊലപാതകിയായി, അച്ഛൻ രക്ഷകനുമായി പോയി. ഓൾ ഓഫ് എ സഡൻ അത് ഭയങ്കര ട്വിസ്റ്റാണ്. അപ്പോൾ പിന്നെ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടീൻ്റെ പേരൻസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കുട്ടിയും മരിച്ചു, ഞാൻ മരിച്ചു പോവുക, ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ വെയ്യാത്ത കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി പറഞ്ഞു ഷീബമ്മയെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ആ സ്ത്രീനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ആ കുട്ടീനെ വിളിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, നമ്മളുടെ കുട്ടിയല്ല, കുട്ടി മരിച്ചുപോയി, അമ്മയെ രക്ഷിക്കൽ സോലസിൻ്റെ ഉത്തരവാദിത്തമല്ല, നമുക്ക് വെയ്യാത്ത കുട്ടികളിനെയാണല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ആ കുട്ടിയെ, ആ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്നു, നമ്മളതിനെ ജനറില്ല അശ്വതീനെ നമ്മൾ ആ കുട്ടി മെച്ചപ്പെട്ടു, ജോലി എടുക്കാൻ പഠിപ്പിച്ചു, പ്രാക്ടീസ് ചെയ്തു, പിന്നെ ജോലിയാക്കി നമ്മൾ ആ സ്ത്രീയെ വിട്ടു എന്നുള്ളതാണ്. അപ്പം അതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ റൈറ്റ് ഉണ്ടല്ലോ, ഒരു മനുഷ്യന് ഒരു സ്ഥലത്ത് ജീവിക്കാനുള്ള ഓരോന്നിൻ്റെയും റൈറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പം ഞാൻ എപ്പോഴും കമ്പാഷനെ പറ്റിയിട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സ് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധ എന്നുള്ളൊരു വാക്കുണ്ട്. നമ്മൾ ഹൃദയം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ എന്നുള്ളതിൻ്റെ റിയൽ അർത്ഥം ഹൃദയം കൊടുക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രദ്ധ എന്നുള്ള സാൻസ്ക്രിറ്റ് വാക്കിൻ്റെ അർത്ഥം ഹൃദയം കൊടുക്കുക. നമ്മൾ ഓരോന്നിനോട് ഓരോ നിമിഷവും ഇടപെടുമ്പോൾ, ഏത് സ്ഥലത്താണെങ്കിലും എന്ത് സ്ഥലത്താണെങ്കിലും, ഒരു ഡോക്ടർ ഈ പേഷ്യൻ്റ് കാര്യത്തിലല്ല, ഏത് തലത്തിലാണെങ്കിലും നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയം കൊടുക്കുക. ആ ഹൃദയത്തിനോട്, അത് നമ്മളൊന്നും പഠിച്ചു വെച്ചതല്ലാതെ ഇമ്പൾസീവായിട്ട് നമുക്ക് ഓരോ നിമിഷത്തിലും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അതിനോടുള്ളൊരു കരുതൽ എന്നുള്ളതാണ് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് കമ്പാഷൻ എന്നുള്ള വാക്കിനേക്കാളും ഏറ്റവും നല്ലതായിട്ടുള്ള വാക്കെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്, ഒരു ചെടി ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം എന്ന് തോന്നുന്ന, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ശ്രദ്ധ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു അപ്പുറത്തെ വീട്ടിലൊരു ചെടിയുണ്ട്, അവരത്രയും ഇഷ്ടത്തിൽ വളർത്തുന്ന ചെടിയാണ്, അത് നമ്മളുടെ അവിടേക്ക് കുറച്ച് കൊമ്പ് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്, നമ്മളതിനെ അടിച്ച് തീ കൂട്ടിയിടുകയാണെങ്കിൽ, നമ്മൾ ചവറ് തീ കൂട്ടിയിടുമ്പോൾ മിനിമം ആ ചെടിക്ക് കരിയാതിരിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മൾ പാലിക്കുക എന്നുള്ളതുണ്ടല്ലോ. അപ്പുറത്തെ ആളുകളെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്, അവരെത്ര ഇഷ്ടത്തിൽ വളർത്തുന്നൊരു ചെടിയാണെന്നുള്ളത്, ഇത് നമ്മൾ ഓരോ നിമിഷവും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു മനുഷ്യരുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. ഒരു പക്ഷേ കമ്പാഷനെ പറ്റിയിട്ടും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടൊക്കെ
പണ്ടൊക്കെ ചിലപ്പോൾ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും കൂടുതൽ. ഇപ്പോൾ പക്ഷേ അതൊക്കെ ഇപ്പോൾ മനുഷ്യനെ വെറുക്കാൻ വേണ്ടി മാത്രമുള്ളതിലേക്കാണ് നമ്മൾ ഈ ഓരോ റിലീജിയനും ഇപ്പോൾ തമ്മിൽ എങ്ങനെ പ്രശ്നത്തിലാവാം, എങ്ങനെ അടി കൂടാം, എങ്ങനെയൊക്കെ മറ്റുള്ളവരെ കൊല്ലാം എന്നുള്ളതിലേക്ക് എത്തി നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് ആലോചിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ സിലബസിൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുക, ഓരോ നിമിഷത്തിൽ തുടങ്ങുക, ഓരോ സമയത്തും ആ കമ്പാഷനെ പറ്റി പറഞ്ഞ് അത്തരം ഒരു ആ പറച്ചിലൂടെ മാത്രമാണ് നമുക്കൊരു കമ്പാഷനേറ്റ് സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും അത് പ്രൊഫഷണൽ കോളേജിലാണെങ്കിലും ഡോക്ടറിയിലാണെങ്കിലും എന്തിലാണെങ്കിലും തന്നെ നമ്മൾ നിമിഷവും ഓരോ സമയത്തും നമ്മളിത് അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ കമ്പാഷൻ എന്നുള്ളത് കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങളും സോലസൊക്കെ പോലുള്ള പ്രസ്ഥാനങ്ങളും. ഇപ്പോൾ സോലസ് തുടങ്ങിയിട്ട് എത്രയോ മനുഷ്യരിലേക്ക് അത് 10 ഞാനും അജയനൊക്കെ കൂടി ആലോചിച്ച് 10 കുട്ടികൾക്ക് വേണ്ടി എന്ന് വിചാരിച്ച് തുടങ്ങിയ സംഘടന ഇന്ന് അതെങ്ങനെയാണ് ഇങ്ങനെ പടർന്ന് പോകുന്നത്, ഇത്രയും മനുഷ്യരിലേക്ക് പടരുന്നത്, അത്രയധികം ആളുകൾ ഇതിലേക്ക് വളണ്ടിയറിങ്ങിന് വരുന്നത്, എത്ര മനുഷ്യരതിലേക്ക് പണം തരുന്നത്, അതിൻ്റെ എല്ലാ ബൗണ്ടറീസിനെയും ഭേദിച്ചുകൊണ്ട് അമേരിക്കയിൽ വരെ കൊച്ചു കുട്ടികൾ വരെ കേക്ക് ബേക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ടീഷർട്ട് എന്താ പറയുക ഡൈ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു, അപ്പുറത്തെ വീട്ടിൽ ലോൺ മൂവ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു. അതൊക്കെ നമ്മൾ ഈ ഏറ്റവും കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതിനെ അങ്ങനെ പ്രാക്ടീസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് കമ്പാഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മനുഷ്യരിലൊക്കെ തന്നെ രാക്ഷസീയതയുണ്ട്, മൃദുല ഭാവമുണ്ട്. അപ്പോൾ അതിൽ ഇതിനെ കൊണ്ടുവരണം, അങ്ങനത്തെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാനും നമുക്ക് റൈറ്റിനെ കുറിച്ച് പറയാനും. ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥിതിയെ പറയുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെമോക്രസി, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുള്ള നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭരണവ്യവസ്ഥ എന്ന് പറയുന്നിടത്ത് അതിൽ നിന്നും അതെങ്ങനെ ഒരു ഫ്രെയിം വർക്ക് മാത്രമാവുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മാനുഷികതയൊക്കെ ചോർന്നു പോവുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാനവികതയൊക്കെ ചോർന്നു പോകുന്നത്. ശരിക്കും നമ്മൾ ഏതൊരു അത്തരം ഒരു ജനാധിപത്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഭരണഘടന എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഏറ്റവും പ്രശ്നത്തിലുള്ള മനുഷ്യരിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം, അവരെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ ഇതിൽ എന്താ പറയുക, അധികാരം എന്ന് പറയുന്നത് ഉടൻ അത് ബലമുണ്ടാക്കുന്ന സാധനമാണ്. ആ ബലം എന്ന് പറഞ്ഞാൽ പിന്നെ ഫാസിസമാണ്. അധികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബലത്തിലേക്ക് പോവും, ബലം വന്നു കഴിഞ്ഞാൽ അതൊരു ഫാസിസത്തിലേക്ക് പോവും. മറ്റുള്ളതൊക്കെ വെറും ഫ്രെയിം വർക്ക് മാത്രം, ഈ ഭംഗിയുള്ള ഭരണഘടനയൊക്കെ ഫ്രെയിം വർക്ക് മാത്രമാവും. മനുഷ്യർ അതിൽ നിന്നും അകന്നു പോവും, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ ഓരോ വ്യക്തിപരമായിട്ട് നോക്കിയാൽ, ഇപ്പോൾ നമ്മളുടെ ഏത് സ്ഥലത്താണെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വ്യക്തിപരമായിട്ട് നോക്കിയാൽ അതൊരു കമ്പാഷനേറ്റ് മനുഷ്യന്മാരായിരിക്കാം, ചിലപ്പോൾ കരുണയുള്ളവരായിരിക്കാം, സ്നേഹമുള്ളവരായിരിക്കാം. പലരെയും പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ നാട്ടിലൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണെന്നൊക്കെ നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയും പല ഭരണകർത്താക്കളെയൊക്കെ നമ്മൾ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം മനുഷ്യരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ സങ്കടമുള്ളൊരു കാര്യത്തിലാണ് നമുക്കൊരു ഉത്തരം പറയാം. അതൊക്കെ നമുക്ക് അപ്പോൾ നേരത്തെ കുട്ടി അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അറിയില്ല, സജീദ് പറഞ്ഞു അപ്പോൾ ഇത് ചിലപ്പോൾ സിസ്റ്റമാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ആ സിസ്റ്റത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെയും കുറേ മനുഷ്യർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുക എന്നുള്ളത് അതൊരു സാധ്യത തന്നെയാണ്. അപ്പോൾ സമൂഹത്തിന് കുറേ മനുഷ്യർക്ക് ചേർന്നുകൊണ്ട് അപ്പോൾ അതൊരു മോശവുമല്ല, അതൊരു നല്ലതല്ല എന്ന് നമ്മൾ പറയണ്ട. നമ്മൾ സാധാരണ എപ്പോഴും പറയും പൊളിറ്റിക്കലാവുക, ഇതൊരു അങ്ങനെ. പക്ഷേ നമ്മളുടെ ഈ സ്നേഹം എന്ന് പറയുന്ന ഇത് ശരിക്കും പൊളിറ്റിക്കൽ തന്നെയാണ്. നമ്മുടെ എന്താണ് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും കീ വേർഡ് എന്ന് പറഞ്ഞാൽ സാഹോദര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മനുഷ്യർക്ക് ചെയ്യാൻ പാടില്ല എന്നില്ല. അത് ചെയ്യുമ്പോൾ അതൊരു കാരുണ്യ പ്രവർത്തനമാകുന്നു, ബാക്കി മറ്റത് മുഴുവൻ ആക്ടിവിസം ആകുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഒട്ടും ശരിയല്ല. ഈ കാരുണ്യ പ്രവർത്തനം എന്നല്ലാണ് ഇപ്പോൾ സോലസിനെ പറ്റിയോ അല്ലെങ്കിൽ
പാലിയേറ്റീവ് കെയറിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ കാരുണ്യ പ്രവർത്തനം എന്നല്ല പറയേണ്ടത്. അതിനെ സാധാരണ അതൊരു ഡീഗ്രേഡ് ചെയ്യലാണ്. അത് കരുണയിലൂന്നിയ മനുഷ്യാവകാശ പ്രവർത്തനമാണ്. അത് അങ്ങനെ അത് മനുഷ്യർക്കൊക്കെ ചെയ്യാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ചെയ്യുന്നൊരു സൊസൈറ്റി ഉണ്ടാവുകയാണ് വേണ്ടത്. അതിപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേറ്റിന് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ അത്രയധികം പോപ്പുലേഷൻ ഉണ്ട്, അത്രയധികം ജനങ്ങളുണ്ട്, ഇവരിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു പക്ഷേ എത്തുമായിരിക്കും നമ്മൾ. പക്ഷെ ആ എത്തുന്ന വരെയുള്ളൊരു സമയമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ അനിയത്തി അവൾ ഫിസിക്സ് പ്രൊഫസർ PhD ഒക്കെ കഴിഞ്ഞിട്ടുള്ള PhD ഒക്കെ എടുത്ത് US പല സ്ഥലങ്ങളിലും പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോലസിനെ പറ്റി പരമപുച്ഛാണ് അവൾക്ക്. അപ്പോൾ അവൾ പറയും ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറയും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെയല്ല, എന്തോ ഒരു കാര്യമാണ് ചെയ്യുന്നത്, എന്തോ ഒരു രണ്ടാം കിട കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള മട്ടിലാണ് അവൾ പറയാറുള്ളത്. അപ്പം എനിക്കെപ്പോഴും ചിരി തോന്നാറുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കമ്പാഷനെ പറ്റി പറയുമ്പോൾ ഡോക്ടർ രവി പ്രസാദിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഞങ്ങളുടെ സോലസിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഇന്നലെ നമ്മളുടെ ഒരു മാസം മുമ്പേ ഒന്നര മാസം മുമ്പായിട്ട് ഞങ്ങളുടെ അവിടെ കൊല്ലം സോലസിൽ രജിസ്റ്റർ ചെയ്തൊരു കുട്ടി. ആ കുട്ടിക്ക് എന്തൊക്കെയോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ അവർ ഭയങ്കര സങ്കടം പറഞ്ഞു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നെക്സ്റ്റ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഹോം കെയർ പോയി നോക്കി. അപ്പോൾ അത്രയും വളരെ പരിതാപകരമായ അവസ്ഥയാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇവർ ആ കുട്ടീനെ അർജൻറ്റായിട്ട് ഈ കുട്ടീനെ ശ്രീചിത്രയിലേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി 16 ദിവസം 17 ദിവസമായിട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിച്ചുപോയി. അത് സോലസ് അറിഞ്ഞു. മരിച്ച വീട്ടിൽ ഇവർ പോവുകയൊക്കെ ചെയ്തു. ഇന്നലെ ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് വളരെയധികം കരഞ്ഞിട്ട് പറഞ്ഞു, കുട്ടിക്ക് വേണ്ടി കുറേ മരുന്ന് മേടിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ കടം മേടിച്ചിട്ടാണ് വാങ്ങിയത്, ആ പൈസ നമുക്ക് കൊടുക്കാനില്ല, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ സോലസിന് ഒരിക്കലും ഒരു മരിച്ചുപോയൊരു കുട്ടിയുടെ ബില്ല് കൊടുക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും. പക്ഷേ നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മളത് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാനത് അവരോട് എനിക്ക് വളരെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തതിൽ എന്തൊരു തെറ്റുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ, എനിക്ക് ചിലപ്പോൾ എന്നെക്കാൾ അറിവുള്ളവർ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫീലിങ്ങിൽ അപ്പം നമ്മൾ ചെയ്യുന്നത് ആ സ്ത്രീ പറയുന്ന സങ്കടത്തിന് ഒരു ദയാപൂർവം കുറച്ച് പൈസ കൊടുക്കലാണ്. അത് ഒരു പക്ഷേ ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒന്നിലേക്ക് വരും. പക്ഷെ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ഈ കുട്ടി പോയതിൻ്റെ പിന്നത്തെ ദിവസം തൊട്ട് ഇവർ അന്വേഷിക്കണം, എന്തായി ആ കുട്ടീൻ്റെ കാര്യം എന്തായി. അല്ലെ 2 ദിവസം അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ 3-ാമത്തെ ദിവസമെങ്കിലും അന്വേഷിക്കണമായിരുന്നു എന്തായി, ആ കുട്ടിയെ അവിടെ രജിസ്റ്റർ ചെയ്തോ, എന്തെങ്കിലും മരുന്ന് കൊടുത്തോ, എന്തെങ്കിലും. അതൊക്കെ ചെയ്യാതെ അതൊരു ഭയങ്കര വലിയ ലാപ്സായിട്ടാണ് പിന്നെ ഈ കുട്ടി മരണം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളോട് ഇങ്ങോട്ട് ബന്ധപ്പെടാമായിരുന്നില്ലേ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് തിരുവനന്തപുരത്ത് സോലസ് ഉണ്ട്, എന്ത് ചെയ്യണം, ഉടൻ തിരുവനന്തപുരത്ത് സോലസിൽ നിന്ന് ഏതെങ്കിലും ഒരു വളണ്ടിയറോട് അവിടെ പോയി നോക്കാൻ പറയണം, അല്ലെങ്കിൽ അവരോട് നിന്ന് അവിടേക്ക് വരാൻ പറയണം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതാണ് നമ്മൾ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത്. ഒരു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സങ്കടങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണൊരു ബെറ്റർ വേ. അങ്ങനെ ചെയ്യാതെ അതൊക്കെ വീണ് പോയിട്ട്, ഞാനിപ്പോൾ സോലസിൽ നടക്കുന്ന ദിവസം പ്രതി 10 ജില്ലകളിൽ നടക്കുന്ന അത്രയധികം മാനുഷികമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ടാകുമ്പോൾ ഞാനൊരു നെഗറ്റീവ് സാധനം ഞാൻ പറയുകയാണ്. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത്, ഞാൻ ഇപ്പോൾ ഈ കമ്പാഷനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സമൂഹമാണ് ഉണ്ടാവേണ്ടതല്ല. അപ്പോൾ ആ ഒരു കുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ബോധേടാവുകയും, നമുക്ക് കിടന്നാൽ ഉറക്കം വരാതിരിക്കുകയും, എന്തായി ആ കുട്ടിയുടെ അവസ്ഥ എന്ന് അന്വേഷിക്കുകയും, അതിന് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നോക്കുകയും, നമ്മൾ 100 കണക്കിന് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഉടൻ തന്നെ തിരുവനന്തപുരം സോലസുമായിട്ട് കണക്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ആ കുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നിവൃത്തിയില്ല, അങ്ങനെ മരിച്ചു പോയി എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഈ അമ്മ വന്നിട്ട് നമ്മളിങ്ങനെ അവരുടെ ഒരു സങ്കടത്തിലേക്ക് കൊടുക്കുന്നത്, അതിന് വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ദയയാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വളരെ ചാരിറ്റി പോലെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേതുപോലെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് നമുക്ക് വകതിരിവ് വേണം, നമ്മുടെ വിവേകം വേണം. വെറും സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വെറും അങ്ങനത്തെ ഒരു കരുണ കൊണ്ടോ ഒന്നും മാത്രം അല്ല. അതിൽ കുറേ അതർ ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഞാൻ ഈ എന്തെങ്കിലും എഴുതി കൊണ്ടുവന്നെങ്കിൽ എന്തെങ്കിലും പറയാണ്ട് നോക്ക്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ?
ഒരു ചെറിയൊരു ഉദാഹരണം പറയാം, ഞാൻ നോട്ട് ചെയ്ത് കൊടുക്കുന്നൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയോട് കർഷകൻ ഇടപെടുമല്ലോ, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ മണ്ണിനോട് ചെയ്യുന്നവരാണ്. പക്ഷെ ആ പ്രകൃതിയോട് ഇടപെടുന്നൊരു കർഷകന് ബോധ്യമുണ്ടാവണം, ഇത് ഇനിയും വരുന്ന കാലത്തും ഇനി എത്രയോ കാലങ്ങളിൽ ഈ മണ്ണ് വരുന്ന ജനറേഷനൊക്കെ വേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. നമ്മളത് ഇടപെടുന്നുണ്ടോ? എത്ര രാസവളങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ, എത്ര കീടനാശിനികൾ ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ കൃഷി ഇറക്കി നമ്മൾ അതിൻ്റെ വിളവുണ്ടാക്കുന്നത്. എനിക്ക് എത്ര വിളവുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു നമുക്ക് എത്രയ്ക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതും, നേരെ മറിച്ച് അത് ഭൂമിയോടാണ് ഇടപെടുന്നത്, ഇനി വരും തലമുറയ്ക്കൊക്കെ വേണ്ടതാണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിനോട് ഇടപെടുന്നൊരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കമ്പാഷനിൽ വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കുറേ ഇത്തരം ഞാൻ കടന്നു വന്നിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡാണ്. നമ്മൾ അദ്രിനാഥിൻ്റെ തന്നെ ആ മോൻ്റെ തന്നെ എത്ര നാൾ 5 കൊല്ലം വെന്റിലേറ്ററിൽ വെച്ചു അല്ലേ കുട്ടി? 3.5 വർഷം. അപ്പോൾ അത് നോക്കുമ്പോൾ ഡോക്ടേഴ്സ് എത്തിക്സ് ഒക്കെ വെച്ചിട്ട് 3.5 വർഷം വെന്റിലേറ്ററിൽ വെക്കാൻ പാടില്ല, വെന്റിലേറ്റർ ഊരേണ്ടതല്ലേ, ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അച്ഛനോടും അമ്മയോടും സംസാരിച്ചാലും ഒന്ന് എന്താ വെച്ചാൽ ഒരു കുട്ടി പ്രശ്നമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മടക്കി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ആ സമയത്ത് അവർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോയതാണ് ആ കുട്ടിയെ. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായ കുട്ടിയല്ലേ, ഇവിടുന്ന് പോയ കുട്ടിയല്ലേ, എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇവിടെ വെച്ചു, ആ കുട്ടി വെന്റിലേറ്ററിൽ കയറ്റി. 3.5 കൊല്ലം ഇട്ടാണ് ആ കുട്ടി വെന്റിലേറ്ററിൽ ഇടുന്നത്. ആ സമയത്ത് കുറേ മെഡിക്കൽ എത്തിക്സിൽ ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കും. ആ കുട്ടീനെ കണ്ടാൽ നമുക്ക് ഒരിക്കലും ആ കുട്ടി അത്ര ഫ്രഷായിട്ട് നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കുട്ടികളുടെ പോലെയാണ് ആ കുട്ടി ഇങ്ങനെ വെന്റിലേറ്ററിലാണെങ്കിലും കിടക്കുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് അവസാനം അതിലേക്ക് നമ്മൾ വന്നത്. അതൊക്കെ തന്നെ നമ്മൾ തീരുമാനമെടുക്കാനൊക്കെ നമ്മൾ അങ്ങനത്തെ കുറേ ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അത്രയ്ക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം എനിക്ക് പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, മാഡത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ആൾക്കാർക്ക് കമ്പാഷൻ ഉണ്ട്, കുറച്ചുപേരെ ആക്ടിവിറ്റിയിൽ എത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല മനുഷ്യർ തന്നെയാണ് ആക്ടിവിറ്റിയിൽ എത്തുന്നത്. അതിൽ ഒരു ഫാക്ടർ ഓഫ് ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. അതായത് ഒരു ക്ലിയർ ആയിട്ട് ഒരു കുഞ്ഞാണ് ക്യാൻസർ ആണ്, അപ്പം നമ്മുടെ കമ്പാഷൻ ശക്തിയായിട്ട് ഒഴുകുകയും അപ്പം ചിലപ്പോൾ അത് ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ മാത്രം പറയാണ്, ഒരു മദ്യപരാണ്, മദ്യപിച്ച് തന്നെയാണ് ഒരു എൻഡ് സ്റ്റേജിൽ എത്തിയത്. അപ്പൊ എല്ലാവരും പറയും അയാളുടെ കയ്യിലിരിക്കൊണ്ടാണ് ഞങ്ങളുടെ കാരുണ്യങ്ങൾ അർഹിക്കുന്നില്ല എന്നാണ് 99% തീരുമാനിച്ചത്. എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. അപ്പം അതിൽ എന്താണ് മാഡത്തിന് ഷോമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു, കാരണം അങ്ങനെ നമ്മളുടെ ഒരു പ്രീസെറ്റ് ഐഡിയ എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യും, എങ്ങനെയാണ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം തിരിച്ചുമാവാം. ഇപ്പം ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോക്കോൾ പേഴ്സൺ, ഒരു ഡോക്ടറുടെ മോൾക്കാണ് സ്ട്രോങ് ഇനഫ് എന്ന് നമ്മളങ്ങ് ജഡ്ജ് ചെയ്യുന്നത്. ആ ഒരു സംഭവം കമ്പാഷനായിട്ട് എങ്ങനെയെങ്കിലും ക്ലാഷ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്? അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അഡൾട്ട് കേസുകൾ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും നമ്മൾ കുറേ ഇപ്പം ഞങ്ങളുടെ കുട്ടികളുടെ ഈ പ്രിജുഡിസ് ആയിട്ടുള്ള ഇവരുടെ ആലോചന, അപ്പോൾ ഞങ്ങളുടെ വളണ്ടിയേഴ്സ് പോവുകയാണ്, ഈ കുട്ടികളുടെ അച്ഛൻ ചിലപ്പോൾ ഭയങ്കര കള്ളു കുടിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാൽ ഇനി അയാൾ കള്ളു കുടിക്കുന്നത് കൊണ്ടല്ലേ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് അങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് പോവും. അപ്പോൾ നമ്മളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആ കുട്ടിക്ക് അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ വൈസ്ഫുള്ളായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ അഡൾട്ടായിട്ടുള്ള ആളിനെ തന്നെ പറ്റുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ആക്സിഡൻറ്റ് കേസൊക്കെ വരുമ്പോൾ തന്നെ ബൈക്ക് മുട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ അത് കണ്ടുപിടിച്ചിട്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കാതെ കിടന്നു മരിച്ചു എന്നൊക്കെ നമ്മൾ എത്രയോ 100 കണക്കിന് കേൾക്കുന്നുണ്ട്. നമ്മളപ്പോൾ നമ്മൾ അതിനൊക്കെ എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൊമെൻറ്റിലാണ് വേണ്ടത് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ ആ പോയിന്റിലാണ് നിൽക്കേണ്ടത്, ആ മൊമെൻറ്റിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിന് മുമ്പ് എന്തായിരുന്നു, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്നുള്ളതൊന്നും നമ്മളുടെ
ബാധിക്കരുതല്ലോ. അപ്പം നമ്മളെല്ലാം അതിപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഉദാഹരണം ഡോക്ടേഴ്സിനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു കൊലപാതകിയെ കൊണ്ടുവന്നാലും ആ ഡോക്ടർ അതിനോട് ഒരു കേസായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മൊമെൻറ്റിൽ ആ ഒരു മനുഷ്യനോടുള്ള ഇടപെടലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഫയർഫോഴ്സിൻ്റെ ഒക്കെ ആൾക്കാർ ഇതിലൊക്കെ പോയിട്ട് രക്ഷിക്കാനൊക്കെ പോലും എത്ര മനുഷ്യരെ അവരെ എങ്ങനത്തെ ആൾക്കാരെയാണ് രക്ഷിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്ന കേസ് എന്താണ്, എന്തുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറും അങ്ങനെയാണെങ്കിൽ ഒരു ലിവർ ഇതൊക്കെ ഉള്ള ആൾക്കാരനെ നോക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആ നിമിഷത്തെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അതിൻ്റെ മുമ്പേ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായിരിക്കും. ഇനി അതർ ഒബ്സർവേഷൻ, ഷെയറിങ്, ക്വസ്റ്റ്യൻസ്. എനിക്കറിയാം ഇപ്പോൾ ചേച്ചിന്ന് ഞാൻ വിളിക്കുകയാണ്, പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാവരും പറഞ്ഞു കേട്ട് അങ്ങനെ പുസ്തകം രാവിലെ ഒന്ന് മറിച്ച് നോക്കിയിരുന്നു. തീർച്ചയായിട്ടും ഇന്നിവിടെ എനിക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയണം ജൂബിലി കമ്മ്യൂണിറ്റി മെഡിസിൻ ടീമിനെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് തന്നതും. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഇത് ഒരു കാര്യം കൂടി ഞാൻ ഡൗട്ടല്ല, എൻ്റെ മാഡമായിട്ടുള്ള ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് ചേച്ചി എന്തായാലും ഓർമ്മ ഒരു 2008 നടന്ന ഒരു സംഭവമാണ്. എന്നെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നോക്കിയ 2-3 ചേച്ചിമാരുണ്ട്. പണ്ട് അപ്പോൾ 2008 അവരുടെ ഒരു മോന് 3 സെൽ ലൈനും കുറഞ്ഞു. പാലക്കാടാണ് അവരുടെ വീട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പുരുഷോത്തമ സാറ് തൊട്ട് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് AML ആണ്, ഇതായിരിക്കും, RCC പോയി നോക്കിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ള ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പം എപ്പോഴും അല്ലേ അവിടെ ഉണ്ടാവാറുണ്ട്, ചേച്ചി അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം ആ വത്സ എന്നാണ് അമ്മയുടെ പേര്, വത്സ ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വത്സ ചേച്ചി എന്ന് വെച്ചാൽ ലേറ്റായിട്ട് മാരേജ് ചെയ്തു, അത് ഡിസാസ്റ്റർ ആയിരുന്നു, പുള്ളി ഉപേക്ഷിച്ച് പോയി, വേറെ ജോലിയില്ല. അച്ഛനാണെങ്കിൽ ഭാഗവതരാണ്, പാടുന്ന ആളാണ്. അപ്പോൾ വലിയ സ്ട്രോങ്, അപ്പം ഫുൾ കൊളാപ്സ് ചെയ്യാൻ വളരെ പ്രോണായിട്ടുള്ള, കാരണം അവരുടെ കൂടി 2 സിസ്റ്റേഴ്സൊക്കെയാണ്, അവർ നല്ല വേബിലൊന്നുമല്ല. പക്ഷെ എന്നിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വത്സ ചേച്ചി ഇങ്ങോട്ടോ പോയി. ഞാൻ എന്താ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഒരു 15 മിനിറ്റ് അരമണിക്കൂറോ സംസാരിച്ച് വന്നതിന് ശേഷം വത്സ ചേച്ചി ഇന്ന് വരെ തളർന്നിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. ആ മോൻ ഇപ്പോൾ ക്ലിയറായി, വലുതായി, അവൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. സോ യു സ്ട്രെങ്തൻ. അപ്പോൾ അതും കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞാൽ ഹൗ യു സ്ട്രെങ്തൻ ഓർ വാട്ട്, അങ്ങനെ അതൊരു കോൺഷ്യസ്ലി തന്നെ ആയിരിക്കോ അല്ലേ എന്ന് അറിഞ്ഞൂടാ. അത് ഒരൊറ്റപ്പെട്ട സംഭവം എനിക്ക് തോന്നുന്നില്ല. സോ അതുകൂടെ വിഘ്നേഷിന്റെ അതെ, അത് ഡോക്ടർ ജാനകിയും ഡോക്ടർ പുരുഷോത്തമൻ എന്നെ വിളിച്ചതാണ് ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്. അവരോട് ഇത് എങ്ങനെ പറയും, ഈ കുട്ടി ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഇതൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ എത്ര കുട്ടികളുടെ ഇതുമാതിരി. അപ്പോഴൊക്കെ എനിക്കിത് പറയാൻ കുറച്ചുകൂടി അർഹത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫേസിൽ കൂടെ ഒക്കെ കടന്നു പോയ ഒരാളാണല്ലോ. ഞാൻ എൻ്റെ മോളുടെ അസുഖം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ, നമ്മളൊരാൾ വെറുതെ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല, അതിൽ കടന്നു പോയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അവർ കുറേയും കൂടി കൺവിൻസ്ഡ് ആവുമല്ലോ, കുറച്ചും കൂടി അവരിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റും നമുക്ക്. നമ്മളൊരു വെറുതെ ടെക്സ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ് അങ്ങനെ പറയുന്നതിനേക്കാളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇത് ALL അങ്ങനത്തെ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അൺനെസസറി ഹോപ്പ് കൊടുക്കരുത്, എന്നാൽ ഹാർഷ് റിയാലിറ്റി പറയരുത്, അവരെ ഒന്നും പ്രശ്നമില്ല ഇതൊരു പനിയാണെന്നൊന്നും അങ്ങനെ ട്രൂത്ത്ഫുൾ അല്ലാതെ പറയാനും പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഡയഗ്നോസിസ് ആണ്, ബ്രൈറ്റ് കേസാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിനെ. പിന്നെ ഞാൻ എപ്പോഴും ഈ അമ്മമാരോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തളരാനുള്ള സമയമല്ല. നമ്മൾ യുദ്ധത്തിൻ്റെ എന്താ പറയുക, വാർ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ യുദ്ധം വെട്ടുകയാണ്, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കരയണം തോന്നി നമുക്ക് അപ്പോൾ കരയാം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുമായിട്ടൊന്നും അത്ര കണക്റ്റഡ് അല്ല, എനിക്ക് അതിനൊന്നും കമ്പാരിറ്റീവ്ലി അജയനാണ് കണക്റ്റഡ് ആവാറ്. പക്ഷേ നമുക്കത് അങ്ങനെ ഒരു ശക്തി കൊടുക്കാൻ ഇപ്പോഴും നമുക്ക് പറ്റാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടി അതിന് പറ്റുന്നത് ഞാൻ അവരിൽ ഒരാളാണെന്ന് അവർക്കുണ്ടാവുന്നൊരു ബോധ്യമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ മോള് മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഒരു കുട്ടി മരിക്കുകയാണ്. അപ്പോൾ അമ്മ ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ എൻ്റെ മോളെന്നെ പറഞ്ഞു, ഉമ്മ പോയിക്കോ, അവൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു.
ആ അമ്മ എന്നെ കാണാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നിട്ട് ഞാൻ അവരോട് അത്ര സമാധാനിപ്പിച്ച് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊന്നും സങ്കടപ്പെടണ്ട, നമ്മുടെ കുട്ടികൾ വേദനിക്കാതിരിക്കണം, നമ്മുടെ കുട്ടികൾ ശാന്തരായിട്ടിരിക്കണം, അവർക്ക് സഫറിങ് ഉണ്ടാവരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് അത്രയധികം വേദനയൊന്നും അനുഭവിക്കുന്നത് എന്തിനാണ് വേദനയൊക്കെ അനുഭവിക്കുന്നത്, അവർ സ്വസ്ഥമാവട്ടെ, ശാന്തമാവട്ടെ എന്ന് ഞാൻ ആ സ്ത്രീയെ ഞാൻ സമാധാനിപ്പിച്ച് പോരുമ്പോൾ ആക്ച്വലി ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണത്. എനിക്കറിയാമായിരുന്നു എൻ്റെ മോൾ ഇത് കൂടെ കടന്നു പോവുകയാണ്, അവൾ ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സാധനം തന്നെയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഒരു പക്ഷേ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇവരോട് വളരെയധികം ഫാസ്റ്റായിട്ട് എനിക്ക് അവർക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളെന്നല്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് എന്താ പറയാൻ പറ്റും, നിങ്ങളിതിപ്പോൾ ഇത് അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കറിയോ എന്താണ് മക്കളുടെ വേദന എന്ന് ആ ഒരു മറുചോദ്യം ഒരു പക്ഷേ എന്നോട് ഉണ്ടാവില്ല. ബാക്കി ആൾക്കാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പോൾ ഞങ്ങളൊരു കുട്ടീനെ, ഒരു 17 വയസ്സുള്ളൊരു കുട്ടി ഭയങ്കര ബാഡ് സ്റ്റേജിലാണ്. ആ കുട്ടി ഭയങ്കര പെയിനുമാണ്. അപ്പോൾ ഞാനും സാറും കൂടിയിട്ട്, ഞാൻ സാറെന്ന് വിളിക്കുന്നത് ഡോക്ടർ ദിവാരനെ കേട്ടോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര യുദ്ധങ്ങളുണ്ടാവും. അപ്പോൾ സാറും ഞാനും കൂടിയിട്ട് ഈ കുട്ടീനെ മോർഫിൻ, ആ കുട്ടി അവരുടെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് സാറിനെ കൂട്ടിയിട്ട് ഞാൻ ഹോം കെയർ പോവാണ്. അപ്പോൾ സാറിൻ്റെ കൺസെപ്റ്റിൽ സാറിന് ഇത് പറയണം, ഈ കുട്ടിക്ക് ഇനി അധികം ജീവിതമില്ല എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ സാറിന് പറയണം. ഞാൻ പറഞ്ഞു മിണ്ടരുത് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ നിങ്ങളുടെ അനിയനെ പറ്റിയിട്ടാണ് പറയണത്. ഞാൻ പറഞ്ഞു മരുന്ന് കൊടുത്ത് അവിടെ മാറിയെന്നോളണം എന്ന് പറഞ്ഞു ഞാൻ. കുട്ടിക്ക് വേണ്ട മോർഫിൻ ഡോസ് എന്താ വെച്ചാൽ ഫിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവിടെ മാറിക്കുക, ബാക്കി ഞാൻ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞത്, ആ കുട്ടിയുടെ അമ്മേനോട് പറഞ്ഞത്, ഞങ്ങൾ അജയൻ പോയ കേസില്ലേ, അജയൻ ആ ഭാഗത്ത് പോയിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് ചുമരും ഒട്ടിച്ച് വെച്ച കുട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ആ കുട്ടീനെ കാണാൻ പോയി. ആ കുട്ടി ഇപ്പം മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആ കുട്ടി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേദനിക്കാണ്ടിരിക്കുകയല്ലേ വേണ്ടത്, അതൊക്കെ നിനക്കൊക്കെ ശരിയാവും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. നേരെ മറിച്ച് നീ പഠിച്ച് ഡോക്ടറാവുന്നോ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ നേരത്തെ കുട്ടി ചോദിച്ച പോലെ തന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ മൊമെൻറ്റിനെ നമ്മൾ എങ്ങനെ കടക്കും എന്നുള്ളതിലേക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറേ ആ കുട്ടികളും കംഫർട്ടബിൾ. ആ കുട്ടി 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ഞാൻ അന്ന് തിരിച്ച് വന്നിട്ട് ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി ഒന്ന് ചെറുതായിട്ടെങ്കിലും ഞങ്ങളോട് സംസാരിച്ചത് ഇന്നാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ കുട്ടിയോട് എടുത്ത നിലപാട് തന്നെയാണ്. അവളിങ്ങനെ മരിച്ചു പോവുകയാണെന്നുള്ളൊരു ഹാർഷ് റിയാലിറ്റി ഇങ്ങനെ പറയണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തന്നെയാണ്. കുട്ടികളായാലും അവർക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അറ്റ് ടൈംസ് എനിക്ക് ഞങ്ങളുടെ മെഡിക്കൽ സമൂഹം വളരെ ക്ലാരിറ്റിയും സയൻസും എക്സ്ട്രീംലി ക്ലിയർ ആയിട്ട് പലപ്പോഴും ഇൻ ബിറ്റ്വീനുള്ള സൊല്യൂഷൻസ് ഞങ്ങൾക്ക് തോന്നാനും പറയാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പാടുള്ളതുണ്ട്. ദിസ് ആൻ ഏരിയ വേർ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അവരെ ഹൗ വി ക്യാൻ കൺസിഡർ ഹൗ വി ക്യാൻ സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എങ്ങനെ അതിനെ ഒന്ന് പോളിഷ്ഡായിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു ഹിന്ദിയെ മാത്രം ചെയ്തിട്ട് ആ ഹിന്ദിയിൽ നിന്ന് തന്നെ അവർക്ക് ബാക്കി ഫൈബർ കിട്ടുമായിരിക്കും. ദ വേ വി ടോക്ക് അല്ല. സജിത്ത് പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലായി. ഇപ്പൊ കുട്ടി അന്ന് ഞാൻ വന്നുകൊണ്ടിരുന്ന കാലത്ത് 18 കൊല്ലം മുമ്പേ 20 കൊല്ലം മുമ്പേ അവിടെ ഉണ്ടായിരുന്നു നടക്കാം. അതിപ്പോ ഞാൻ പൂർവിഷിനെ പറ്റി പറഞ്ഞല്ലോ. പൂർവിഷിനെ പറ്റി പറയുമ്പോൾ സാർ എന്നോട് നീലുവിൻ്റെ അസുഖത്തിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല. ജസ്റ്റ് സാർ പറയുക എന്താ വെച്ചാൽ, ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് നീലു, ഐ എം കൺസേൺഡ് അബൌട്ട് യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഓ നീലുവിന് പ്രശ്നമൊന്നുമില്ല, നമുക്കാണ് നമ്മളിനെ പറ്റിയിട്ട് അത്ര കെയർ ചെയ്യുന്ന ഒരു ചെറിയ വാക്കായിരിക്കും ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന കരുത്ത് എന്നുള്ളതാണ്. അത് പക്ഷേ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഡോക്ടർമാർക്ക് അത്ര ടൈം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഏതൊരു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ കെയർ വേണ്ടിടത്തും ഒരു സോഷ്യൽ വർക്കർ ഉണ്ടാവണം. സോഷ്യൽ വർക്കറും കാര്യമില്ല, പഠിച്ച് പറയുന്ന ഒരാളായാലും ഒരു കാര്യമില്ല. ഞാനിന് നമ്മുടെ ചില സോഷ്യൽ വർക്കേഴ്സ് MSW ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട്, ഇവർ എന്താണ് ഈ വർത്തമാനം പറയണത്. അവിടെ വേണമെങ്കിൽ ഒരു പക്ഷേ ഭയങ്കര കമ്പാഷനേറ്റ്, അതാണ് ഇതെങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നില്ല. അപ്പോൾ അത്തരം എല്ലാ സ്ഥലങ്ങളിലും ഈവൺ ഒരു വില്ലേജ് ഓഫീസിൻ്റെ ഉള്ളിൽ വരെയും ഒരു സോഷ്യൽ വർക്കറെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. എത്ര പ്രായമായിട്ടുള്ള മനുഷ്യന്മാരാണ് ഓരോ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓരോ പ്രാവശ്യവും കയറി ഇറങ്ങി പോകുന്നത് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. അത് ആ ഒരു സ്പേസ് ഉണ്ട് സജിത്തെ, അത് മനുഷ്യർക്ക് പറ്റുന്നതാണ്, അത് ഒരു സൊസൈറ്റിക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്ടർ പേഷ്യൻ്റ്, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ഇപ്പം നേരത്തെ ആ കുട്ടി പറഞ്ഞ എക്സാമ്പിളിലാണ് കുറേ സാധനം. അതിപ്പോൾ
ഈ ആശാവർക്ക് കുറച്ചുകൂടി അതൊരു വർക്കറാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അൺകണ്ടീഷണലായിട്ട് ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഒരു കമ്പാഷനേറ്റ് ലോകത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സോലസ് അതിനു വേണ്ടി ചെയ്യേണ്ടത് കേട്ടോ. യൂത്ത് എന്ന് പറഞ്ഞ കുട്ടികൾ അത്രയധികം സോലസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജോസ് ചാക്കോ പെരിയപുറം. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ദിവസം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ ഹാർട്ട് സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോൾ അത്രയും സമയം മുഴുവൻ ഈ കംപ്ലീറ്റ് ഈ വൈഫ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഓരോ പ്രാവശ്യം ഇദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ കാണും എത്ര രസമായിട്ടാണ് ഈ വൈഫ് ഇവരെ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെന്തോ ടോയ്ലറ്റിൽ പോയ സമയത്ത് അവർ പിന്നെ ഡോക്ടർ വന്ന് ഇപ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നൊരു സമയത്ത് ഇവർക്ക് എന്തോ വാഷ്റൂമിൽ ഇവർ പോയി. പക്ഷേ ഇവർ വാഷ്റൂമിൽ നിന്ന് വരുന്നതിനേക്കാൾ മുമ്പേ ഡോക്ടർ അവിടെ കാത്തുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ആളെ കൊണ്ടുപോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ സർജറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ ഡോക്ടർ ഇങ്ങനെ കാണുമല്ലോ ഈ സ്ത്രീയെ കാണുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അത്രേ, എനിക്ക് ഭയങ്കര എനിക്ക് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വെച്ചിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഒക്കെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം ഉണ്ടായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇത്രയും കാലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഒരു സർജറിക്കല്ലേ അദ്ദേഹം പോകുന്നത്. അപ്പോൾ അവിടെ ഡോക്ടർ കാത്തുക്കുണ്ട്. ഡോക്ടർ വന്നു, അതായത് സർജറിക്ക് ഡോക്ടർ അവിടെ വന്നു. പേഷ്യൻറ്റിനെ അർജൻറ്റായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ ഞാനൊന്ന് കണ്ടിട്ട് കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് ആ സ്ത്രീ ചോദിച്ചു. ഇത് ഡോക്ടർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയെന്നും ഡോക്ടർ അതിനെ ആലോചിച്ച് എങ്ങനെയാണ് ഇത്ര ക്രൂരമായിട്ട് അങ്ങനെ ചെയ്തത്, അതിനേക്കാൾ വലിയൊരാളാണോ ഞാൻ അദ്ദേഹത്തിൻ്റെ സർജറി ചെയ്യാൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്കിപ്പോഴും ആലോചിക്കുമ്പോൾ കണ്ണു നിറയും. സിമ്പിൾ കാര്യമാണെങ്കിലും ബട്ട് വെരി റിലവൻറ്റ്. ഡോക്ടേഴ്സ് ആയതുകൊണ്ട് പറയാം. ഡോക്ടർ